നാഗകന്യക 3യുടെ എപ്പിസോഡ് 11ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ ഓൾഡ് പാലസിൽ ഗ്രാമത്തിലുള്ള ചില ആളുകൾ അനു പറയുന്നതിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അവിടെ ബേലയ്ക്ക് ഇരിക്കാൻ വേണ്ടി പൂവ് കൊണ്ട് ടെന്റ് കെട്ടിയിട്ടുണ്ട്. അവിടെ എല്ലാം ക്യാമറയും വെച്ചിട്ടുണ്ട്. ചെയ്യേണ്ട ജോലികൾ എന്താണെന്ന് അനു അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയം അവിടെ ACP വരുന്നു. ACP ബേലയുടെ കള്ളം തെളിയിക്കാനുള്ള പ്രൂഫ് റെഡിയായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനു ACPയോട് അനുവിന്റെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ശേഷം ACP പാലസിന്റെ അകത്തെല്ലാം കയറി നോക്കുകയാണ്. അപ്പോൾ റൂഹിയുടെ ഫോട്ടോ ACP കാണുന്നു. തുടർന്ന് വിക്രാന്തിന്റെ ഛായാചിത്രം കാണുന്ന ACP ഷോക്കായി നിൽക്കുകയാണ്. ACPക്ക് വിക്രാന്തിനെ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളതായി തോന്നുകയാണ്. പക്ഷെ ഓർമ്മ വരുന്നില്ല. അങ്ങനെ പറഞ്ഞ് ACP നിൽക്കുമ്പോൾ അവിടെ ACPയുടെ അടുത്ത് പോകുന്ന അനു ഗ്രാമത്തിലുള്ളവരെല്ലാം വരാൻ തുടങ്ങി. നമുക്ക് മറിഞ്ഞിരിക്കാമെന്ന് പറഞ്ഞ് അനു ACPയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. മറുവശത്ത് ജാമിനിയുടെ റൂമിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്ന ബേല ജാമിനിയുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ റൂമിൽ ജാമിനി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്ന ബേല ജാമിനിയുടെ അടുത്ത് പോയി കാര്യം ചോദിക്കുമ്പോൾ ജാമിനിക്ക് റിഹാനെ മറക്കാൻ കഴിയുന്നില്ല എന്നും റിഹാൻ എവിടെയായിരിക്കും എന്നൊക്കെ ഇമോഷണലായി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അതെല്ലാം കേൾക്കുന്ന ബേലയ്ക്ക് വിക്രാന്തിനെ ഓർമ്മ വരികയാണ്. ജാമിനിയുടെ വിഷമം മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാകുമെന്ന് ബേല പറയുന്നത് കേൾക്കുന്ന ജാമിനി ഒരു ഭാവയുണ്ടെന്നും ആ ഭാവയുടെ അടുത്ത് പോയാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമെന്നും നമുക്ക് ഇന്ന് തന്നെ അവിടേക്ക് പോകാമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ബേല പോകാമെന്ന് സമ്മതം പറയുന്ന സമയം അവിടെ വരുന്ന മഹി ബേലയോട് ഗ്രാമത്തിലുള്ളവർ പഴയ പാലസിൽ വെച്ച് മുഖം കാണിക്കൽ ചടങ്ങ് വെച്ചിട്ടുണ്ടെന്നും പെട്ടെന്ന് തന്നെ റെഡി ആകണമെന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ബേല മഹിയുടെ പുറകെ പോകുന്നു. ജാമിനി ബേലയോട് ഈ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം നമുക്ക് ഭാവിയെ കാണാൻ പോകാമെന്ന് പറയുകയാണ്. ബേല ഓക്കെ എന്ന് ജാമിനിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ജാമിനി സന്തോഷത്തോടെ നിൽക്കുകയാണ്. മറുവശത്ത് അനുവും ACPയും പാലസിന്റെ അകത്ത് വരുന്നവരെല്ലാം നോക്കി മറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയം മഹി ചടങ്ങിനിടാനുള്ള ഡ്രസ്സ് ഓർണമെന്റ്സ് ബേലയ്ക്ക് കൊടുക്കുകയാണ്. ശേഷം ബേല ഡ്രസ്സ് എല്ലാം ഇട്ട് ഒരുങ്ങി വരുന്നത് കണ്ട് ബേലയിൽ ഇംപ്രസ് ആകുന്ന മഹി ബേലയോട് പറയാൻ തുടങ്ങുന്നതും പോകാൻ സമയമായി എന്ന് പറഞ്ഞ് ബേല അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ സൈക്കിളും ഫാമിലിയും പാലസിലേക്ക് വരികയാണ്. ഗ്രാമത്തിലുള്ള കുറച്ച് സ്ത്രീകൾ അവരെല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും അകത്തേക്ക് പോകുന്നതിനിടയിൽ സുമിത്ര ഗ്രാമത്തിലെ ഒരു സ്ത്രീയോട് ഈ ഫംഗ്ഷൻ നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ആ സ്ത്രീ അവരല്ല ഈ ചടങ്ങ് നടത്തുന്നതെന്നും ആരും അവരുടെ ഗ്രാമത്തിൽ പോയി ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്ന കാര്യം പറഞ്ഞത് കൊണ്ടാണ് അവർ അറ്റൻഡ് ചെയ്യാൻ വന്നതെന്നും പറയുകയാണ്. അത് കേട്ട് സുമിത്ര ആലോചിച്ച് നിൽക്കുകയാണ്. ഈ കാര്യം ബേലയും കേൾക്കുന്നു. ബേലയ്ക്ക് ചില ഡൗട്ടുകൾ തോന്നുകയാണ്. മറുവശത്ത് വിശാഖ ബേലയെ അന്വേഷിച്ച് പാലസിൽ വരുന്നു. അപ്പോൾ അവിടെ വെച്ച് വിശാഖ ചടങ്ങിന്റെ കാര്യം അറിയുകയും ഇതിലെന്തോ ട്രാപ്പ് ഉണ്ടെന്ന് ഡൗട്ട് തോന്നുന്ന വിശാഖ നാഗമായി മാറി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഈ സമയം ബേലയുടെ അടുത്ത് ശർമ്മ വരുന്നു. ശർമ്മയെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ബേല. തുടർന്ന് പൗർണമി ബേലയെയും സുഹാനിയെയും അവിടെ പൂക്കൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ടെന്റിന്റെ അകത്ത് കൊണ്ട് ഇരുത്തുകയാണ്. ശേഷം ഗ്രാമത്തിലെ സ്ത്രീകൾ ആ ടെന്റിന്റെ പുറത്ത് അവരുടെ ഹസ്ബൻഡായ മഹിയെയും പ്രഥമിനെയും ഇരുത്തുകയാണ്. എന്നിട്ട് ആ സ്ത്രീകൾ അവരോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതിനെല്ലാം 4 പേര് ആൻസർ കറക്റ്റായി പറയുകയും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്യുന്ന സമയം അവിടെ അനു വിളിച്ചു വരുത്തിയ കുറച്ച് പാമ്പാട്ടികൾ വരുന്നു. അവർ മകുടിയുമായാണ് വരുന്നത്. ഈ സമയം അവിടെ വിശാഖയും വരുന്നു. വിശാഖ ബേല ഇരിക്കുന്ന സ്ഥലത്ത് പോവുകയും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്ന് പറയുന്ന സമയം ആ പാമ്പാട്ടികൾ മകുടി ഊതുകയാണ്. ആ സൗണ്ട് കേട്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഗ്രാമത്തിലുള്ളവരും സൈക്കിളിന്റെ ഫാമിലിയും ഈ ഫംഗ്ഷന് വന്നിട്ട് ഇവർ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ബേലയ്ക്കും വിശാഖയ്ക്കും മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അവർക്ക് മകുടിയുടെ സൗണ്ട് കേട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. നാഗറാണിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കുന്ന ഗുരുജി ബേലയുടെ അടുത്ത് പോയിട്ട് ബേലയോട് നാഗറാണിയുടെ രൂപം മാറാതിരിക്കാനുള്ള പൂജ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഗുരുജി അവിടെ നിന്ന് പോവുകയാണ്. ശേഷം ഗുരുജി തപസ് ചെയ്ത് മാത്രം പറഞ്ഞിരിക്കുകയാണ്. മറുവശത്ത് ബേലയ്ക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ്. ഈ സമയം എല്ലാവരും കൂടി ചേർന്ന് മകുടിയുടെ സൗണ്ട് കേട്ട് ഡാൻസ് ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യം വരുന്ന വിശാഖ തന്റെ ശക്തി പ്രയോഗിച്ച് അവിടെ വലിയൊരു കാറ്റുണ്ടാക്കുകയാണ്. കാറ്റ് കാരണം എല്ലാവരും പേടിച്ച് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. ഈ സമയം ബേല പകുതി നാഗമായി മാറിയിരിക്കുന്നു. ബേല മുഴുവനായി നാഗമാകാനുള്ള തയ്യാറെടുപ്പിലാണ്. തുടർന്ന് ദേഷ്യം വരുന്ന സൈകൾ മകുടി ഊതുന്നവരെല്ലാം അടിക്കുകയാണ്. അവരുടെ കയ്യിലെ മകുടിയെല്ലാം ദൂരേക്ക് എറിയുകയും ചെയ്യുകയാണ്. ശേഷം എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. മഹി ബേലയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ടെന്റിന്റെ അടുത്തേക്ക് വരുന്നത് കാണുന്ന വിശാഖ ബേലയെ ടെന്റിന്റെ പുറകുവശത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ബേലയോട് നോർമൽ ആകാൻ പറയുകയാണ്. ബേല എത്ര ശ്രമിച്ചിട്ടും ബേലയ്ക്ക് അതിന് കഴിയുന്നില്ല. ഈ സമയം ടെന്റിന്റെ അകത്ത് കയറുന്ന മഹി അവിടെ ബേലയെ കാണാത്തതിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. മഹി ബേലയെ അന്വേഷിച്ച് ടെന്റിന്റെ പുറത്ത് നടക്കുന്നത് കാണുന്ന അനു ബേല നാഗമായി മാറി, അതാണ് അവളെ അവിടെ കാണാത്തത് എന്ന് പറഞ്ഞ് മഹിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുന്നത് കാണുന്ന ACP ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചർ ആണെന്നും പറഞ്ഞ് ACP അനുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം ടെന്റിന്റെ പുറകുവശത്ത് പോകുന്ന മഹി ബേലയുടെ രൂപത്തിലായ വിശാഖ
വിശാഖയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. വിശാഖ ആ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു ഐഡിയ ചെയ്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് സമാധാനത്തോടെ നിൽക്കുകയാണ് ബേല. അടുത്ത സീനിൽ പാലസിൽ തിരിച്ചു വരുന്ന സൈക്കിൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. സൈക്കിളിന് ഗ്രാമത്തിലുള്ളവരുടെ ആചാരങ്ങൾ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. സുമിത്ര കുഹുവിനോട് ഗ്രാമത്തിലുള്ളവരല്ല ഈ ചടങ്ങ് ചെയ്തത്, പിന്നെ ആരാണെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന കുഹു ടയേർഡാണ്, ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് കുഹുവും ആർജിയും അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് ചടങ്ങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്നൊക്കെ ബേലയോട് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് മഹി. ശേഷം മഹി ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയം ബേല വിശാഖയായി മാറുന്നു. ഡോറ് തുറന്ന് കിടക്കുന്നത് ഓർമ്മിക്കാതെയാണ് വിശാഖ സ്വന്തം രൂപത്തിൽ വന്നത്. അത് മനസ്സിലാക്കുന്ന വിശാഖ വീണ്ടും ബേലയായി മാറി ഡോറ് ക്ലോസ് ചെയ്യുകയാണ്. ഈ സമയം പുറത്തു നിൽക്കുന്ന ജാമിനി ഇതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ജാമിനി ഇവിടെ ഉള്ളത് ബേലയല്ല എന്ന്, ബേല ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കുന്ന ജാമിനി അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ബേല കാട്ടിന്റെ അകത്തു കൂടി ഒറ്റയ്ക്ക് വരികയാണ്. അപ്പോൾ ബേലയുടെ മുന്നിൽ ജാമിനി കാറുമായി വരുന്നു. ജാമിനി ഓരോന്നും പറഞ്ഞ് ബേലയെ ബാബയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ജാമിനിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഡൗട്ട് തോന്നുന്ന ബേല ജാമിനി കാണാതെ വിശാഖയ്ക്ക് മെസ്സേജ് ഇടുകയാണ്. ശേഷം അവർ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ കാട്ടിന്റെ അകത്തുകൂടി പോകുന്ന ബേല ജാമിനിയോട് ബാബയുള്ള ക്ഷേത്രം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ജാമിനി ബേലയെ ഒരു ഗുഹയ്ക്ക് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ തറയിൽ മുഴുവൻ കല്ലുകൾ കിടക്കുന്നത് കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ബേല കല്ലുകൾക്കിടയിലൂടെ നടന്നു പോകുന്നത്. ജാമിനി രക്ഷസായതുകൊണ്ട് ബേലയുടെ പുറകെ വരുന്ന ജാമിനി പറന്നാണ് വരുന്നത്. ഇതൊന്നും ബേല ശ്രദ്ധിക്കുന്നില്ല. കുറച്ചു ദൂരം പോകുമ്പോൾ ജാമിനി ബേലയെ തള്ളി ഗുഹയ്ക്ക് അകത്തേക്ക് എറിയുകയാണ്. ദൂരേക്ക് വീഴുന്ന ബേല എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുകയാണ്. അത് കാണുന്ന ജാമിനി ഒരു വല എടുത്ത് ബേലയുടെ നേരെ എറിയുകയാണ്. ഈ സമയം മുകളിൽ നിന്ന് കല്ല് വീഴുന്നത് കാണുന്ന ബേല അവിടെ നിന്ന് മാറുന്നതും ബേല താഴേക്ക് പോയി വീഴുകയാണ്. ജാമിനി എറിയുന്ന വല മിസ്സാവുകയാണ്. ബേല വീഴുന്ന ഭാഗത്ത് ചെളിയിൽ പുതഞ്ഞ രീതിയിൽ ഒരു കൈ കണ്ട് പേടിച്ച് ബേല അലറി വിളിക്കുകയാണ്. ഈ സമയം അവിടേക്ക് മഹിയും ആർജയും ബുൾട്ടുവും കുഹുവും വരികയാണ്. മഹി ബേലയോട് എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ജാമിനിക്ക് കൂട്ടായി വന്നതാണെന്ന് പറഞ്ഞിട്ട് ബേല ചെളിയിൽ കിടക്കുന്ന കൈ മഹിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. ശേഷം മഹിയും ബേലയും കൂടി ചെളിയിൽ പുതഞ്ഞ കൈയിൽ പിടിച്ച് വലിക്കുമ്പോൾ ചെളിയിൽ നിന്നും പുറത്തേക്ക് ഒരാൾ വരികയാണ്. അപ്പോൾ അത് റിഹാനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. മഹി അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് റിഹാന്റെ തലയിൽ ഒഴിച്ച് റിഹാന്റെ ശരീരത്തിലുള്ള ചെളിയെല്ലാം കളയുകയാണ്. കണ്ണു തുറക്കുന്ന റിഹാനോട് മഹി കാര്യം ചോദിക്കുമ്പോൾ കുറച്ചുപേർ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നും ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് അവർ എന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്നും പറയുകയാണ് റിഹാൻ. ശേഷം റിഹാൻ ജാമിനിയുടെ അടുത്ത് പോയി ജാമിനിയെ കെട്ടിപ്പിടിക്കുകയാണ്. ജാമിനിയുടെ പ്രാർത്ഥനയുടെ ഫലമായാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ആരും എന്നെ അന്വേഷിച്ച് വന്നില്ലെങ്കിലും നീ എന്നെ അന്വേഷിച്ച് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയുകയാണ് റിഹാൻ. ഇപ്പോൾ ഇവിടെയുള്ളത് റിഹാൻ അല്ല, റിഹാന്റെ രൂപത്തിലുള്ളത് വിശാഖയാണ്. ശേഷം അവരെല്ലാവരും കൂടി അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ റിഹാന്റെ അച്ഛനും അമ്മയും റിഹാനെ കാണാൻ വന്നിരിക്കുകയാണ്. റിഹാനെ ഡോക്ടർ ചെക്ക് ചെയ്യുകയാണ്. ശേഖർ റിഹാനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നത് കേൾക്കുന്ന ബേല അത് വേണ്ട എന്ന് പറയുകയാണ്. എല്ലാവരും ബേല അങ്ങനെ പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. മഹി ഡൗട്ടോടെ നിൽക്കുകയാണ്. ഈ ഒരു കണ്ടീഷനിൽ റിഹാന് ട്രാവൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞതെന്ന് ബേല പറയുകയാണ്. അത് കേൾക്കുന്ന ഡോക്ടറും അത് തന്നെ പറയുകയാണ്. ശേഖർ റിഹാനെയും കൂടെ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുന്നത് കാണുന്ന റിഹാൻ ശേഖറിനോട് ഹെൽത്ത് കംപ്ലീറ്റ് ഓക്കെ ആയതിനു ശേഷം വരാമെന്ന് പറയുമ്പോൾ ശേഖറും വൈഫും അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ബേല റിഹാനെ കെയർ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് മഹി. റിഹാൻ ഇവിടെ നിന്ന് പോകാത്തത് ജാമിനി ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണെന്നും റിഹാൻ ഒരു കള്ള കാമുകനാണെന്നും ഒക്കെ പറഞ്ഞ് റിഹാനെ കളിയാക്കിയിട്ട് സൈക്കിളും സുമിത്രയും അവിടെ നിന്ന് പോവുകയാണ്. ജാമിനി ചെയ്യേണ്ട കെയറിംഗ് എല്ലാം ബേല ചെയ്യുന്നത് കണ്ട് ദേഷ്യത്തോടെയാണ് മഹി അവിടെ നിന്ന് പോകുന്നത്. മഹിയുടെ പുറകെ ബേലയും പോകുന്നു. തുടർന്ന് ജാമിനി റിഹാന്റെ അടുത്ത് ഇരിക്കാൻ പോകുന്നത് കാണുന്ന റിഹാൻ കുടിക്കാൻ ജ്യൂസ് എടുത്തു കൊണ്ടുവരാൻ പറയുമ്പോൾ ജാമിനി അവിടെ നിന്ന് പോവുകയാണ്. ജാമിനി പോകുന്നത് കാണുന്ന റിഹാൻ വിശാഖയായി മാറുകയാണ്. റിഹാന്റെ രൂപത്തിലാകുമ്പോൾ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വിശാഖ. മറുവശത്ത് രക്ഷസായി പറന്ന് നടക്കുന്ന ജാമിനി റിഹാൻ എങ്ങനെയാണ് ജീവനോടെ വന്നത്? നാഗറാണിയും ദാസിയും കൂടി റിഹാനെ കൊന്നതല്ലേ, പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇതിൽ എന്തോ ചതിയുണ്ട് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാമിനി. ഈ സമയം അനു റിഹാനെ ഫോണിൽ വിളിക്കുമ്പോൾ വിശാഖയായ റിഹാൻ കാൾ അറ്റൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ റിഹാന്റെ റൂമിലേക്ക് ബേല വരുന്നു. ബേലയെ കാണുന്ന റിഹാൻ വിശാഖയായി മാറുകയാണ്. റിഹാനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു. ആരെങ്കിലും റിഹാനോട് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ അറിയില്ല എന്നൊക്കെ വളരെ ടെൻഷനോടെ പറയുകയാണ് വിശാഖ. നേരെ വെളുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇൻഫർമേഷൻ കണ്ടുപിടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ബേല അവിടെ നിന്ന് പോവുകയാണ്. ശേഷം റൂമിൽ പോകുന്ന ബേല മഹിയോട് റിഹാന് വെള്ളം എടുത്തു കൊടുക്കാൻ പോയതാണ്,
പറയുകയാണ്. ജാമിനി റിഹാൻ ഒന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് സുമിത്ര പറഞ്ഞു എന്ന് പറയുകയാണ് ബേല. എന്നിട്ട് ബേല റിഹാനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി ബേല മഹിയോട് റിഹാൻ ജാമിനിയെ നേരത്തെ ആർക്കും പരിചയപ്പെടുത്തി തരാത്തതിന് കാരണം എന്തായിരിക്കും? നിങ്ങളുടെ കുടുംബത്തിലെ ഒരു ഫംഗ്ഷനും അതുമല്ല നമ്മുടെ വിവാഹത്തിനും റിഹാൻ ജാമിനിയെ കൊണ്ടുവന്നിട്ടില്ല, അതെന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മഹി നിനക്ക് എന്താ ജാമിനി ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേലയ്ക്ക് ഇനി ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന ബേല മഹിക്ക് കിടക്കാനുള്ള പില്ലോയും ഷീറ്റും എടുത്തു കൊടുത്തിട്ട് ബേല കിടന്നുറങ്ങുകയാണ്. മഹിയും വർക്ക് മതിയാക്കി സോഫയിൽ കിടന്നുറങ്ങുന്നു. അടുത്ത സീനിൽ രാവിലെ ബേലയുടെ അടുത്ത് വരുന്ന റിഹാൻ ബേലയോട് ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടിയോ? എനിക്ക് ജാമിനിയെ സഹിക്കാൻ കഴിയില്ല, ജാമിനി ഭയങ്കര ശല്യമാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ബേല റിഹാനെ ഓരോന്നും പറഞ്ഞ് കളിയാക്കുകയാണ്. നീയും ജാമിനിയും നല്ല ജോഡികളാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമാശ പറഞ്ഞു നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ മഹി വരുന്നു. മഹിയെ കാണുന്ന ബേല റിഹാനോട് പോയിരിക്കാൻ പറയുകയാണ്. ശേഷം അവിടേക്ക് എല്ലാവരും വരുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം സുമിത്ര റിഹാനോട് ജാമിനിയുമായി പുറത്തു പോകണമെങ്കിൽ പെർമിഷൻ തരാമെന്നും വീട്ടിനകത്തുള്ള മീറ്റിംഗിന് മാത്രം പെർമിഷൻ തരില്ല എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന മഹിയെ ഒരു ഹോട്ടലിൽ ഡിന്നർ അറേഞ്ച് ചെയ്യാമെന്നും അവർ 4 പേരും കൂടി പോകാമെന്നും പറയുകയാണ്. പക്ഷേ മഹി പറയുന്നതെന്ന് ബേലയും റിഹാനും കേൾക്കുന്നില്ല. ബേല റിഹാന് വിളമ്പി കൊടുക്കുമ്പോൾ അവർ രണ്ടുപേരും ഓരോ തമാശ പറഞ്ഞ് നിൽക്കുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന മഹി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അടുത്ത സീനിൽ ACP ഓൾഡ് പാലസിൽ നടന്ന ഫംഗ്ഷന്റെ വീഡിയോ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അനു വരുന്നു. അനു വീണ്ടും ഓരോ ഡൗട്ട്സ് ACPയോട് പറയുകയാണ്. അത് കേൾക്കുന്ന ACP അനുവിനോട് റിഹാൻ തിരിച്ചു വന്നില്ലേ, പിന്നെ എന്തിനാണ് ഇനി പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന അനു അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ ബേലയും മഹിയും ജാമിനിയും റിഹാനും ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോവുകയാണ്. ഹോട്ടലിൽ വെച്ച് റിഹാൻ ബേലയുടെ അടുത്ത് ഇരിക്കുന്നതും മഹിയെ അവോയ്ഡ് ചെയ്യുന്നതും റിഹാൻ ബേലയെ കെയറിംഗ് ചെയ്യുന്നതും എല്ലാം കണ്ട് ദേഷ്യത്തോടെയും വിഷമത്തോടെയും ഇരിക്കുകയാണ് മഹി. ജാമിനിയും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. വാഷ്റൂമിൽ പോകുന്നു എന്ന് പറഞ്ഞ് ബേല പോകുമ്പോൾ പുറകെ റിഹാനും പോവുകയാണ്. ശേഷം ബേലയുടെ അടുത്ത് പോകുന്ന വിശാഖയോട് ബേല ജാമിനി ശരിയല്ല എന്നും ജാമിനി എന്തോ മറച്ചു വെക്കുന്നുണ്ട്, ജാമിനിയെ സ്നേഹിക്കുന്നതായി അഭിനയിച്ച് ജാമിനിയുടെ രഹസ്യം അറിയണമെന്നും പറയുകയാണ്. അതുപോലെ തന്നെ വിശാഖയും സമയം കിട്ടുമ്പോൾ മഹിയെ കൊല്ലാനും ബേലയോട് പറയുകയാണ്. തുടർന്ന് അവർ രണ്ടുപേരും ചിരിച്ചു കളിച്ച് ലേഡീസ് വാഷ്റൂമിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്നത് മഹി കാണുന്നു. അത് കണ്ട് മഹി ഷോക്കിൽ നിൽക്കുകയാണ്. റിഹാൻ വാഷ്റൂമിന്റെ ബോർഡ് ശ്രദ്ധിക്കാതെ മാറി കയറിയതാണെന്ന് ബേല പറയുന്നത് കേൾക്കുന്ന മഹി പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. ജാമിനിയുടെ ലക്ഷ്യം നടക്കുമോ എന്നറിയാനും ബേലയ്ക്ക് മഹിയെ കൊല്ലാൻ കഴിയുമോ എന്നറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്